ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സുകളിലായിക്കൊണ്ട് സ്പെഷ്യൽ കോൺട്രാക്റ്റുകളിൽ പെട്ടിട്ടുള്ള കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയെക്കുറിച്ചും കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി, എന്താണ് അതിൻ്റെ നാച്ചർ, ആരാണ് അതിൻ്റെ പാർട്ടീസ്, അവരുടെ റൈറ്റ്സ് എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി, എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സുകളായിക്കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവ തമ്മിലുള്ള ഡിഫറൻസുകളാണ്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയും കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയും തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായിരിക്കും കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയും അതുപോലെ തന്നെ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയും തമ്മിലുള്ള വ്യത്യാസം? ആദ്യം നമ്മൾക്ക് അതെന്താണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് വേണം, അല്ലേ? സോ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റായിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ അല്ല എന്നുണ്ടെങ്കിൽ ബേസിസാണ്. സോ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി വരുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 സെക്ഷൻ 124 പ്രകാരമാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 126 പ്രകാരമാണ്. 124 കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയും സെക്ഷൻ 126 കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി. സോ എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന സംഭവമാണല്ലോ. എന്താണ്? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ ഒന്ന് വായിച്ചിട്ട്. എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ ഫ്രം ലോസ് കോസ്ഡ് ബൈ ഹിം ബൈ കണ്ടക്ട് ഓഫ് ദി പ്രോമിസർ ഹിംസെൽഫ് ഓർ ബൈ ദി കണ്ടക്ട് ഓഫ് എനി അതർ പാർട്ടി ഈസ് കോൾഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. നമ്മൾ വിശദമായിട്ട് പറഞ്ഞാണ്, അല്ലേ? നമ്മൾ ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞതാണ്. അതായത് ഒരാൾക്ക് വന്നേക്കാവുന്ന ഒരു നഷ്ടത്തെ, ഒരു പാർട്ടിക്ക് വന്നേക്കാവുന്ന ഒരു നഷ്ടത്തെ ഒരു പ്രോമിസർ അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡെംനിഫയർ അദ്ദേഹം നികത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ആ നഷ്ടം വരുന്നത് ഒന്നെങ്കിൽ ഈ പ്രോമിസർ കാരണമാവാം, അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം എന്ത് വരുന്നത്, ഈ ഒരു ലോസ് വരുന്നത്. സോ അങ്ങനെ വരുന്ന ലോസിനെ ഒരു പ്രോമിസർ നികത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്യാരൻറ്റി നിൽക്കുക. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺട്രാക്ട് ടു പെർഫോം ദി പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദി ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡീഫാൾട്ട്. സെക്ഷൻ 126 സെക്ഷൻ 126 പ്രകാരം കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പേഴ്സൺ, അതായത് നമ്മൾ ക്രെഡിറ്റർ എന്ന പേരിൽ വിളിക്കുന്ന ഒരു തേർഡ് പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഡീഫാൾട്ട് മൂലം ഉണ്ടാക്കുന്ന ഒരു ലയബിലിറ്റിയെ മറ്റൊരാൾ, നമ്മൾ ഷുവർട്ടി എന്ന പേരിൽ വിളിക്കുന്ന ഒരാൾ ആ ഒരു ഡീഫാൾട്ടിനെ, ആ ഒരു ലയബിലിറ്റിയെ ഡിസ്ചാർജ് ചെയ്തോളാം, അല്ല എന്നുണ്ടെങ്കിൽ പെർഫോം ചെയ്തോളാം എന്ന് പറഞ്ഞുണ്ടാക്കുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി എന്ന് പറയുന്നത്. അതായത് അയാൾ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാണ് ഏത്? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി എന്ന് പറയുന്നത്. സോ എന്താണ് ഇത് രണ്ടും എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി വീണ്ടും അതിലോട്ട് പോയിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇൻക്രീസ് ചെയ്യണ്ട. സോ ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് ആ ഡെഫിനിഷൻ തന്നെ നോക്കാം. സെക്കൻഡ് ഡിഫറൻ്റ് ആയിട്ട് രണ്ടിലും വരുന്ന പാർട്ടീസ്, എത്ര പാർട്ടീസാണ് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഉണ്ടാവുക, എത്ര പാർട്ടീസാണ് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഏതൊരു കോൺട്രാക്റ്റ് പോലെയും 2 പാർട്ടീസ് മാത്രമേ ഉള്ളൂ, ഇൻഡെംനിഫയറും അതുപോലെ തന്നെ ഇൻഡെംനിഫൈഡും. പക്ഷേ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയിൽ നമ്മൾ പറഞ്ഞു സാധാ കോൺട്രാക്റ്റുകളെ പോലെയല്ല, അതിൽ 3 പാർട്ടീസ് ഉണ്ടായിരിക്കും. ആരൊക്കെയാണ് 3 പാർട്ടീസ്? ഒരു ക്രെഡിറ്റർ ഉണ്ട്, ഒരു പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഉണ്ട്, പിന്നെ ഒരു ഷുവർട്ടി ഉണ്ട്. ആ കടം വാങ്ങിക്കുന്ന ആൾ ക്രെഡിറ്റർ, ആ കടം കൊടുത്തിട്ടുള്ള ആൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, പിന്നെ അതിന് ജാമ്യം നിൽക്കുന്ന ഗ്യാരൻറ്റി നിൽക്കുന്ന ആൾ ഷുവർട്ടി. ഇങ്ങനെയുള്ള 3 പാർട്ടീസാണ് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയിലുള്ളത്. അതാണ് രണ്ടാമത്തെ മേജർ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് നാച്ചർ ഓഫ് ലയബിലിറ്റിയാണ്. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയിലുണ്ടാകുന്ന കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയിലുണ്ടാകുന്ന അതിൽ 2 പാർട്ടീസ് ലയബിലിറ്റി വരുന്ന പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഇൻഡെംനിഫയർക്കാണ് എന്തുണ്ടാവുന്നത്, അവിടെ ഒരു ലയബിലിറ്റി വരുന്നത്. കാരണം ഇൻഡെംനിഫൈഡിന് വരുന്ന നഷ്ടങ്ങളെല്ലാം ഈ ഇൻഡെംനിഫയർ നികത്താമെന്നാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനാണ് ലയബിലിറ്റി ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റിയുടെ നാച്ചർ എന്താണ്? അത് തീർച്ചയായിട്ടും പ്രൈമറിയുമാണ്, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റുമാണ്.
ഇൻഡംനിഫൈഡിന് എന്ത് ലോസ് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യേണ്ടി വരും, നികത്തേണ്ടി വരും. സോ അതെന്താണ്, ഒരു പ്രൈമറി ലയബിലിറ്റിയാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലയബിലിറ്റി കൂടിയാണ്. പക്ഷെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ വരുമ്പോൾ അവിടെ ഷുവർട്ടി ആണുള്ളത്, ഷുവർട്ടിക്കാണല്ലോ അവിടെ ലയബിലിറ്റി വരേണ്ടത്. ഷുവർട്ടിയുടെ ലയബിലിറ്റി അതിൽ നിന്ന് എന്താണ് ഡിഫറൻസ് ഉള്ളത്? ഷുവർട്ടിയുടെ ലയബിലിറ്റി സെക്കൻഡറി ആണ്. അതെന്തുകൊണ്ടാണ് സെക്കൻഡറി ആവാൻ റീസൺ? പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ കയ്യിൽ നിന്നും ക്രെഡിറ്റർ വാങ്ങിച്ച പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തിയോ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ പൈസയോ ഇതൊന്നും ക്രെഡിറ്റർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് വരുന്നത്, ഷുവർട്ടിക്ക് അവിടെ ലയബിലിറ്റി വരുന്നത്. ക്രെഡിറ്റർ അത് കറക്റ്റായിട്ട് അതിൻ്റെ റീപേയ്മെൻറ്റ് നടത്തി, അങ്ങനെയാണെങ്കിൽ പിന്നെ ഷുവർട്ടിക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. സോ അവിടുത്തെ ഷുവർട്ടിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്, നാച്ചർ സെക്കൻഡറി ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതാണ് നെക്സ്റ്റ് മേജർ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയിൽ ആകെ ഒരു കോൺട്രാക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻഡംനിഫയറും ഇൻഡംനിഫൈഡും തമ്മിലുള്ള ഒറ്റ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ എത്ര ഉണ്ടാവും? നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 3 കോൺട്രാക്റ്റ് ഉണ്ടാവും. പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലൊരു കോൺട്രാക്റ്റ്, പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഷുവർട്ടിയും തമ്മിലൊരു കോൺട്രാക്റ്റ്, ക്രെഡിറ്ററും ഷുവർട്ടിയും തമ്മിലൊരു കോൺട്രാക്റ്റ്. ഇങ്ങനെ 3 കോൺട്രാക്റ്റാണ് ഏതിലുണ്ടാവുക, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ നോർമലി ഉണ്ടാവാറ്. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിസ് ആയിട്ട് വരുന്നത് എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് ഓർ ഡ്യൂട്ടി. നിലവിൽ എന്തെങ്കിലും കടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂട്ടി പെർഫോം ചെയ്യാനോ ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിഫറൻസ് ആയിട്ട് ബേസിസ് ആയിട്ട് വരുന്നത്. നമുക്കറിയാം കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത്, ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ യാതൊരുവിധ എക്സിസ്റ്റിംഗ് ഡ്യൂട്ടീസോ ഡെപ്റ്റോ ഒന്നും ഉണ്ടാവാറില്ല. കാരണം എന്തെങ്കിലും കടം കൊടുത്തതിനൊന്നുമല്ലല്ലോ ഇൻഡംനിറ്റി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഭാവിയിൽ ലോസ് വന്നേക്കാം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ആണല്ലോ, ഭാവിയിൽ ലോസ് വന്നാൽ അവിടെ നികത്താമെന്നുള്ളതാണ്. അവിടെ നിലവിൽ എന്തില്ല, ഒരു ഡെപ്റ്റോ ഡ്യൂട്ടിയോ ഒന്നുമില്ല. പക്ഷേ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ എന്തുണ്ട്, നോർമലി പ്രധാനമായിട്ടും കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ എല്ലായ്പ്പോഴും എന്തുണ്ടാവും, ഒരു എക്സിസ്റ്റിംഗ് ഡ്യൂട്ടി ഉണ്ടാവും. അതായത് ഓൾറെഡി കൊടുത്തിട്ടുള്ള ഒരു കടത്തിനായിരിക്കും ജാമ്യം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി ക്രെഡിറ്റിൽ വിറ്റിട്ടുള്ള ഗുഡ്സിൻ്റെ പ്രൈസ് തിരിച്ചു കൊടുക്കുന്നതിനായിരിക്കും ഗ്യാരണ്ടി നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഓൾറെഡി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ പേരിലായിരിക്കും എന്ത് നിൽക്കുന്നത്, ഗ്യാരണ്ടി നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, ഒരു എക്സിസ്റ്റിംഗ് ഡെപ്റ്റോ ഡ്യൂട്ടിയോ ഒക്കെ അവിടെ നിലവിലുണ്ടാവും എന്നതാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബേസിസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് ദി കോൺട്രാക്റ്റ് ആണ്. ഈ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയുടെയും കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയുടെയും ഒബ്ജക്റ്റീവ് എന്താണ് അവയുടെ ലക്ഷ്യം എന്നുള്ളതാണ് അടുത്ത ഒരു ഡിഫറൻസ് ആയിട്ട് ബേസിസ് ആയിട്ട് വരുന്നത്. സോ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയുടെ ലക്ഷ്യം എന്താണ്? തീർച്ചയായിട്ടും നമ്മൾക്ക് വന്നേക്കാവുന്ന ലോസിനെ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യുക. അതായത് നമുക്ക് വന്നേക്കാവുന്ന നഷ്ടത്തെ മറ്റൊരാളുടെ കയ്യിൽ നിന്നും ഈടാക്കുക, തിരിച്ചെടുക്കുക. അതാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയിൽ. എനിക്ക് എൻ്റെ ബൈക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വന്ന നഷ്ടം ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, എനിക്കവിടെ ലോസ് ഇല്ല. അതിനാണല്ലോ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി വരുന്നത്. പക്ഷേ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ എന്താണ് വരുന്നത്? ഒബ്ജക്റ്റ് ഈസ് ടു പ്രൊവൈഡ് ആൻ അഷുറൻസ് ആസ് ടു പെർഫോമൻസ് ഓഫ് പ്രോമിസ്. ആ ഒരു പെർഫോമൻസ്, കടം വാങ്ങിയതാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കും, ക്രെഡിറ്റിന് ഗുഡ്സ് വാങ്ങിയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ഡ്യൂട്ടി അവിടെ ചെയ്യുമെന്നുള്ള ആ ഒരു പെർഫോമൻസിന് ഒരു അഷുറൻസ്, ഒരു ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയുടെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ഇപ്പോൾ മുനീബ് സാർ ആർക്കോ പൈസ കൊടുക്കുകയാണ്, മുനീബ് സാർ റഷീദ് സാറിന് പൈസ കൊടുക്കാണ്ട്. അപ്പോൾ മുനീബ് സാർ എന്നോട് പറഞ്ഞ പ്രകാരം ഞാൻ റഷീദ് സാറിനോട് പറഞ്ഞു, മുനീബ് സാർ തന്നില്ലെങ്കിൽ ഞാൻ തരും. സോ ഞാനവിടെ കൊടുക്കുന്നത് ഒരു ഉറപ്പാണ്, മുനീബ് സാർ ആ പൈസ തരും, മുനീബ് സാർ ആ പൈസ കൊടുക്കും, അല്ലെങ്കിൽ റഷീദ് സാറിന് ആ പൈസ കൊടുക്കുമെന്ന് റഷീദ് സാറിന് ഞാൻ കൊടുക്കുന്ന ഒരു ഉറപ്പാണ് ശരിക്കും എന്ത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയും. ഇനി ലാസ്റ്റ് ബേസിസ് എന്ന് പറയുന്നത് കൺസിഡറേഷനാണ്. കൺസിഡറേഷൻ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇൻഡംനിഫൈഡിനും ഇൻഡംനിഫയറിന് എന്തെങ്കിലും കൺസിഡറേഷൻ കൊടുക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അവിടെ എന്താണ്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയിൽ കൺസിഡറേഷൻ മസ്റ്റാണ്. നോർമലി ഇൻഡംനിഫയർക്ക് എന്ത് ചെയ്യലുണ്ട്, ആദ്യം ഒരു പൈസ എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യും. ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രീമിയം കൊടുക്കുന്നില്ലേ, അതിനാണ് നമ്മൾ കൺസിഡറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയുടെ കേസ് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലൊരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അതൊന്നെങ്കിൽ കടമാവാം, പൈസ കടം കൊടുത്താവാം, അല്ലെങ്കിൽ ഗുഡ്സ് ക്രെഡിറ്റിന് കൊടുത്താവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യാനാവാം. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഷുവർട്ടിയും തമ്മിൽ എന്തില്ല, ഒരു പ്രത്യേക കൺസിഡറേഷൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്.
അതായത് ഒരു സെപ്പറേറ്റ് കൺസിഡറേഷൻ അവിടെ എന്തില്ല, ആവശ്യം ഇല്ല. പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഷുവർട്ടിയും തമ്മിൽ ഒരു പ്രത്യേക കൺസിഡറേഷൻ അവിടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. സോ ഇത്ര മേജർ ഡിഫറൻസുകളാണ് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയും കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയും തമ്മിലുള്ളത്. നമ്മളൊരു 7ഓളം ബേസിലാണ് ഇവയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഡെഫിനിഷൻ്റെ ബേസിൽ, നമ്പർ ഓഫ് പാർട്ടീസിൻ്റെ ബേസിൽ, നാച്ചർ ഓഫ് ലയബിലിറ്റിയുടെ ബേസിൽ, നമ്പർ ഓഫ് കോൺട്രാക്റ്റിൻ്റെ ബേസിൽ, എക്സിസ്റ്റിംഗ് ഡെപ്റ്റർ ഡ്യൂട്ടിയുടെ ബേസിൽ, ഒബ്ജക്റ്റ് ഓഫ് ദി കോൺട്രാക്റ്റിൻ്റെ ബേസിൽ, കൺസിഡറേഷൻ്റെ ബേസിൽ, ഇങ്ങനെ 7 ബേസുകളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളൊന്നുമല്ല, ഈസിയാണ്. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഒരു ടേബിളാക്കി പ്രസൻറ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. അതിലൊന്നും കൂടുതലായിട്ട് ഒരു വേർഡ് പോലും നമ്മൾ എന്ത് ചെയ്തില്ല, ഇൻജക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം പഴയത് തന്നെ. അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ടേബിളൊക്കെ ആക്കിയിട്ട് ഒരു ഡിഫറൻസ് ആയിക്കൊണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. സോ ഈസി ആയിട്ടുള്ള സംഭവമാണ്. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടിയാണ്. നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയുടെ ടൈപ്സ്, നമുക്ക് എങ്ങനെയെല്ലാം കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും, ക്ലാസിഫൈ ചെയ്യാൻ കഴിയും, അവയുടെ ടൈപ്സ് എന്താണ്, ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയുടെ ടൈപ്സ്, എന്തെല്ലാം ടൈപ്സ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയുടെ ടൈപ്സ് നമ്മൾ പ്രധാനമായിട്ടും 2 ബേസിലാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. 2 ബേസിലാണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ് ആണ്. ആ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പർപ്പസിൻ്റെ ബേസിൽ നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. പർപ്പസിൻ്റെ ബേസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അടുത്ത 2ാമത്തെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദി ബേസിസ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ആ ഒരു ഗ്യാരണ്ടിയുടെ ട്രാൻസാക്ഷൻ, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ട്രാൻസാക്ഷൻ്റെ ബേസിലും നമ്മൾക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. സോ പർപ്പസിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ 3 ടൈപ്പ് ഓഫ് ഗ്യാരണ്ടിയാണുള്ളത്. ട്രാൻസാക്ഷൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 2 ടൈപ്സ് ഓഫ് ഗ്യാരണ്ടിയാണുള്ളത്. സോ പർപ്പസിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് 3 ടൈപ്സ് ആണുള്ളത് എന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർ പേയ്മെൻറ്റ് ഓഫ് ലോണാണ്. ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. ലോൺ മീൻസ് ഡെപ്റ്റ്. അതായത് ഒരു ഗ്യാരണ്ടി, എന്തെങ്കിലും ഒരു ഡെപ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ലോണ്, ഒരു കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ഒരു ഗ്യാരണ്ടി കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുനീബ് സാർ റഷീദ് സാറിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുനീബ് സാർ തിരിച്ചു കൊടുക്കും, ഇന്ന ഡേറ്റിൽ തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്യാരണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഗ്യാരണ്ടി കോൺട്രാക്ട്സുകളെയാണ് നമ്മൾ ഗ്യാരണ്ടി കോൺട്രാക്ട് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് എന്നുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അവിടെയുള്ളൊരു കടം എന്ന് പറയുന്നത് അത് എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് ആവാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡെപ്റ്റ് ആവാം, നിലവിലുള്ള ഡെപ്റ്റ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഉണ്ടാവുന്ന ഡെപ്റ്റ് ആവാം. നിലവിലുള്ളതാവാം, ഭാവിയിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഡെപ്റ്റും ആവാം. നിലവിലുള്ള ഡെപ്റ്റാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു എക്സിസ്റ്റിംഗ് ഡെപ്റ്റിനാണ് നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിലവിലുള്ള ഡെപ്റ്റിന് ഇപ്പോൾ മുനീബ് സാർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, റഷീദ് സാറ് കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അതിനാണ് ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നത്. സോ അങ്ങനെ നിൽക്കുന്ന ഗ്യാരണ്ടിയെ നമ്മൾ റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഗ്യാരണ്ടികളെ നമ്മൾ റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് വിളിക്കും. ഇനി ഫ്യൂച്ചർ ഡെപ്റ്റിന് ഇപ്പോൾ മുനീബ് സാർ എന്ത് ചെയ്യും, ഈ മാസം ഒരു 25-ന് കടം വാങ്ങും, എന്നിട്ട് അടുത്ത മാസം 10-ാം തീയതി തിരിച്ചു തരും. അതിന് ഞാൻ ഗ്യാരണ്ടി ഇപ്പോൾ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്യൂച്ചർ ഡെപ്റ്റാണല്ലോ. നിലവിൽ അങ്ങനെ ഒരു ഡെപ്റ്റ് എന്ത് ചെയ്തില്ല, നടന്നിട്ടില്ല. സോ അങ്ങനെയുള്ള ഡെപ്റ്റിനാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. ഫ്യൂച്ചർ ഡെപ്റ്റിനാണ് ഗ്യാരണ്ടി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് വിളിക്കും. പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി. സോ നമ്മൾ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റിൽ തന്നെ 2 ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി വരുന്നുണ്ട്, റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടിയും പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടിയും. എക്സിസ്റ്റിംഗ് ഡെപ്റ്റിന് ഗ്യാരണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് വിളിക്കും. നമ്മൾ ഫ്യൂച്ചർ ഡെപ്റ്റിനാണ് നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്നും വിളിക്കും. സോ പർപ്പസിൻ്റെ ബേസിൽ നമ്മൾ ഗ്യാരണ്ടിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഗ്യാരണ്ടി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ഇനി സെക്കൻഡ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഗ്യാരണ്ടി ഫോർ പ്രൈസ് ആണ്. അതായത് ഒരു ക്രെഡിറ്റിന് വിറ്റിട്ടുള്ള ഗുഡ്സിൻ്റെ പ്രൈസ് പേയ്മെൻറ്റ് ചെയ്യുന്നതിനാണ് ഗ്യാരണ്ടി നിന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് കടത്തിന് വിറ്റിട്ടുള്ള സാധനം അതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാരണ്ടി നിന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഗ്യാരണ്ടി ഫോർ പ്രൈസ് എന്ന് പറയുന്നത്.
അതായത് ഇപ്പോൾ എനിക്ക് എന്തുണ്ട്, എനിക്കൊരു ഇലക്ട്രിക്കൽ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്തു, റഷീദ് സാറ് അവിടെ വന്നിട്ട് ഒരു ടി വി വാങ്ങിച്ചു. ഹോം അപ്ലയൻസിൻ്റെ ഷോപ്പാണ്. റഷീദ് സാർ അവിടെ വന്നിട്ട് ഒരു ടി വി വാങ്ങിച്ചു. ഒരു 30,000 ഒരു ടി വി റഷീദ് സാർ അവിടെ വാങ്ങിച്ചു. റഷീദ് സാർ അത് ക്രെഡിറ്റിനാണ് വാങ്ങിക്കുന്നത്, കടത്തിനാണ് വാങ്ങിക്കുന്നത്. അടുത്ത മാസം 1-ാം തീയതി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുനീബ് സാർ വന്നിട്ട് എന്ത് ചെയ്തു, റഷീദ് സാറ് പറഞ്ഞ പ്രകാരം മുനീബ് സാർ വന്നിട്ട് പറഞ്ഞ് മൂപ്പരത് 1-ാം തീയതി തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നോളാമെന്ന് പറഞ്ഞു. സോ അവിടെ മുനീബ് സാർ എന്തിനു വേണ്ടിയിട്ടാണ് ഗ്യാരണ്ടി എന്നിട്ടുള്ളത്, ക്രെഡിറ്റിന് വാങ്ങിച്ചിട്ടുള്ള ഗുഡ്സിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ ഗ്യാരണ്ടി നിൽക്കുന്നതിനെയാണ് നമ്മൾ ഗ്യാരണ്ടി ഫോർ പ്രൈസ് എന്നുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി മൂന്നാമത്തെ പർപ്പസിൻ്റെ ബേസിൽ നമ്മൾ ഗ്യാരണ്ടിയെ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി ഫോർ ഹോണസ്റ്റിയാണ്. ഗ്യാരണ്ടി ഫോർ ഹോണസ്റ്റി, ഇതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിഡലിറ്റി ഗ്യാരണ്ടി എന്നുള്ളത്. ഗ്യാരണ്ടി ഫോർ ഹോണസ്റ്റിയുടെ മറ്റൊരു പേരാണ് ഫിഡലിറ്റി ഗ്യാരണ്ടി എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ഹോണസ്റ്റി, സത്യസന്ധത എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, എന്തിനായിരിക്കും ഇവിടെ ഗ്യാരണ്ടി നിൽക്കുന്നത്? അതായത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു കാര്യം പെർഫോമൻസ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ചെയ്യുന്നതിന് ഗ്യാരണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ മുനീബ് സാറ് ഇപ്പം ഇന്നലെ പറഞ്ഞൊരു ഉദാഹരണം തന്നെ പറയാം. എൻ്റെ ഒരു അനിയന് കോളേജിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഓഫീസിൽ എന്ത് ചെയ്യാണ്, ജോലിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളോട് പറഞ്ഞു, അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റിയോട് പറഞ്ഞു, അവന് നന്നായിട്ട് വർക്ക് ചെയ്തോളും, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞു. സോ അത് ഞാൻ അവൻ്റെ ആ ഒരു വർക്കിന്, അവൻ്റെ ഒരു പെർഫോമൻസിന് ഞാൻ ഗ്യാരണ്ടി നിൽക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഗ്യാരണ്ടി ഫോർ ഓണസ്റ്റി എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഫിഡലിറ്റി ഗ്യാരണ്ടി എന്നോ പറയുന്നത്. ഇത് ജനറലി ഉണ്ടാകുന്ന സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സെർവൻ്റായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏജൻ്റൊക്കെ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരാളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളെയാണ് ഞാൻ എൻ്റെ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ അയാളുടെ പ്രിൻസിപ്പളായിരിക്കും, അദ്ദേഹം എൻ്റെ ഏജൻ്റായിരിക്കും. ഇപ്പോൾ റഷീദ് സാർ എന്ത് ചെയ്തു, എന്നെ അപ്പോയിൻറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഏജൻ്റായിട്ട്. സോ റഷീദ് സാർ എൻ്റെ പ്രിൻസിപ്പളാണ്, ഞാൻ റഷീദ് സാറുടെ ഏജൻറ്റാണ്. സോ റഷീദ് സാറിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ആരെങ്കിലുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടി വരും. അപ്പോൾ എന്നിട്ട് മുനീബ് സാർ വന്നിട്ട് പറഞ്ഞു, അവൻ നല്ല ചെക്കനാണ്, അപ്പോൾ അവനെന്തെങ്കിലും ഏജൻ്റായിട്ടുള്ള ഞാൻ എന്തെങ്കിലും പ്രശ്നം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുനീബ് സാർ ഏറ്റെടുക്കാം. മുനീബ് സാർ അവിടെ ഷുവർട്ടി ആയിട്ട് വന്നു. സോ അങ്ങനെയുള്ള ഗ്യാരണ്ടി കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ഫിഡലിറ്റി ഗ്യാരണ്ടി അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി ഫോർ ഹോണസ്റ്റി എന്ന് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, വിളിക്കാറുള്ളത്. സോ പർപ്പസിൻ്റെ ബേസിൽ നമ്മൾ ഗ്യാരണ്ടിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 3 ടൈപ്സാണുള്ളത്: ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്, ഫോർ പ്രൈസ്, ഫോർ ഹോണസ്റ്റി. സോ അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ട്രാൻസാക്ഷൻ്റെ ബേസിൽ നമ്മൾ ഗ്യാരണ്ടി കോൺട്രാക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ട്രാൻസാക്ഷൻ്റെ ബേസിൽ നമ്മൾ ഗ്യാരണ്ടി കോൺട്രാക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 2ആയിട്ട് തിരിക്കും: സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി എന്നും അതേപോലെ തന്നെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്നും. സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി, അതേപോലെ തന്നെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത് ഒരു സിംഗിൾ ഡെപ്റ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ട്രാൻസാക്ഷന്, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, റഷീദ് സാറിൻ്റെ കയ്യിൽ നിന്ന് മുനീബ് സാർ കടം വാങ്ങിച്ചിട്ടുണ്ട്. മുനീബ് സാറിൻ്റെ ആ ഒരു ഡെപ്റ്റ് റീപേയ്മെൻറ്റ് ഞാൻ ഗ്യാരണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിമ്പിളാണ്. കാരണം അവിടെ ഒരൊറ്റ ട്രാൻസാക്ഷനേ ഉള്ളൂ. മൂപ്പരുടെ ഒരൊറ്റ ട്രാൻസാക്ഷന് ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഗ്യാരണ്ടി നിൽക്കുന്നുള്ളൂ. അല്ലാതെ മുനീബ് സാർ ഇനി വാങ്ങിയേക്കാവുന്ന എല്ലാ ഡെപ്റ്റുകൾക്കും ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടൊന്നുമില്ല, ഗ്യാരണ്ടി നിന്നിട്ടൊന്നുമില്ല. അദ്ദേഹം വാങ്ങിയ ഒറ്റ ട്രാൻസാക്ഷൻ, അതൊരു 1 lakh rupees ആണെന്ന് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 1 lakh rupeesൻ്റെ ആ ഒരു ഡെപ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷന് മാത്രമേ ഞാൻ അവിടെ ഗ്യാരണ്ടി തന്നിട്ടുള്ളൂ. ഒരു സിമ്പിളായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ, ഒരു സിംഗിൾ ഡെപ്റ്റിനാണ് അവിടെ ഗ്യാരണ്ടി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ആ ഒരു സിമ്പിൾ ഗ്യാരണ്ടി അല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്യാരണ്ടി എപ്പോഴാണ് ഡിസ്ചാർജ് ആവുക എന്നുണ്ടെങ്കിൽ, അതായത് എപ്പോഴാണ് ആ ഗ്യാരണ്ടി കോൺട്രാക്റ്റ് അവസാനിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞിട്ടുള്ള ആ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ഓർ ആ സിംഗിൾ ഡെപ്റ്റ് എപ്പോഴാണോ കൊടുത്തു തീർക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവിടെ എന്തെങ്കിലും ഒരു
ട്രാൻസാക്ഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ വർക്ക് എപ്പോഴാണോ ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ ആ ഡെപ്റ്റ് എപ്പോഴാണോ റീപേയ്മെൻറ്റ് നടത്തി തരുന്നത്, അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സിംഗിൾ ഓർ സിമ്പിൾ ഗ്യാരണ്ടി അവിടെ ഉണ്ടാവും, ഡിസ്ചാർജ് ആവും. അപ്പോൾ മുനീബ് സാർ റഷീദ് സാറിന് കൊടുക്കാനുള്ള 1 lakh rupees അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്യാരണ്ടി തീർന്ന്. പിന്നെ എനിക്ക് ആ ഒരു കോൺട്രാക്റ്റുമായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ടോ എന്തില്ല, യാതൊരുവിധ റിലേഷൻഷിപ്പും ഇല്ല. മുനീബ് സാർ പിന്നെയും പോയിട്ട് 1 ലക്ഷം രൂപ വാങ്ങിച്ചു, ഞാനതിനെന്തല്ല ഷുവർട്ടി അല്ല, ഞാനതിന് ഗ്യാരണ്ടി നിൽക്കുന്നുമില്ല. സോ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നു. രണ്ടാമതായിട്ടുള്ളത് ആ ഒരു നാച്ചുറൽ നോക്കുമ്പോൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ട്രാൻസാക്ഷൻ ആയിരുന്നു. കണ്ടിന്യൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസിന് ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസിന് ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ഗ്യാരണ്ടികളാണ് നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിന് ഒരു കുറച്ചൊരു ട്രാൻസാക്ഷന് ഒരു 5, 10, 15 ട്രാൻസാക്ഷൻ ഒരാൾ ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ, അതായത് ഇപ്പോൾ എനിക്ക് മുനീബ് സാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷോപ്പിൽ റഷീദ് സാറിന് ഒരു ഷോപ്പുണ്ട്, റഷീദ് സാറിന് ഒരു ഹോൾസെയിൽ ഷോപ്പുണ്ട്. മുനീബ് സാറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ കട മുനീബ് സാറിന് സ്വന്തമായിട്ടുണ്ട്. സോ മുനീബ് സാർ പോയിട്ട് റഷീദ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കാറ്. അപ്പോൾ മുനീബ് സാർ എന്ത് ചെയ്യാണ്, ക്രെഡിറ്റിനാണ് വാങ്ങിക്കുക. മൂപ്പര് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അങ്ങനെ ഒരു മാസം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ 5 or 6 പർച്ചേസിങ് മിനിമം മുനീബ് സാറ് റഷീദ് സാറുടെ ഷോപ്പിൽ നിന്ന് നടത്തുന്നുണ്ടാവും. ഇതെല്ലാം ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് റഷീദ് സാർ, മുനീബ് സാർ പറഞ്ഞത് പ്രകാരം ഞാൻ പോയിട്ട് റഷീദ് സാറിനോട് പറഞ്ഞു, ഇങ്ങനെ മുനീബ് സാർ എന്ന് പറയുന്ന ആൾ വരുന്നുണ്ടല്ലോ, അദ്ദേഹം ക്രെഡിറ്റിനാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, മാസം 5-6 ട്രാൻസാക്ഷൻ മൂപ്പര് നടത്തുന്നുണ്ട്. സോ അടുത്ത മാസം നവംബറിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഞാൻ എന്ത് ചെയ്തുകൊണ്ട് ഗ്യാരണ്ടി നിന്നുകൊണ്ട്, അടുത്ത മാസം നവംബറിൽ ഇനി വാങ്ങിക്കാൻ പോകുന്ന എല്ലാ സാധനങ്ങൾക്കും ഞാൻ ഗ്യാരണ്ടി നിന്നുകൊണ്ട്, അത് ആ എല്ലാ നവംബറിൽ ആ എല്ലാ ക്യാഷും ഡിസംബർ 5 മുമ്പ് അദ്ദേഹം സെറ്റിൽ ചെയ്തോളും. നവംബറിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും, കാരണം ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാം പൈസ എന്ത് ചെയ്തോളും, ഡിസംബർ 5 മുമ്പ് അദ്ദേഹം സെറ്റിൽ ചെയ്തോളും. അതിന് ഞാൻ ഗ്യാരണ്ടി നിന്നുകൊണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതും സ്പെസിഫിക് ഗ്യാരണ്ടിയും തമ്മിലുള്ള മാറ്റം എന്താണ്? സ്പെസിഫിക് ഗ്യാരണ്ടിയിൽ ആ ഫസ്റ്റത്തെ ഒറ്റ ട്രാൻസാക്ഷൻ ഉള്ളായിരുന്നു, അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്യാരണ്ടി അവിടെ ഇല്ലാതായി. പക്ഷേ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയിൽ എന്ത് നടക്കുന്നുണ്ട്, അദ്ദേഹം ആ ഒരു സമയത്ത്, അദ്ദേഹം ആ ഒരു മാസത്തിൽ, മുനീബ് സാർ ആ ഒരു മാസത്തിൽ എത്ര ട്രാൻസാക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ ആ ഒരു മാസത്തിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനതിന് ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇനി നവംബറിൽ ഒറ്റ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ടാവുള്ളൂ, ഒറ്റ ട്രാൻസാക്ഷനുള്ള ഗ്യാരണ്ടി കൊടുത്താൽ മതി. പക്ഷെ അദ്ദേഹം 5 or 10 നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ എന്താണ്, ഷുവർട്ടിയാണ്. സോ കണ്ടിന്യൂയിങ് ആയിട്ട് ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസിന് ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസിന് ആരെങ്കിലും ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷന് ആരെങ്കിലും ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ, അതായത് ഒറ്റ ട്രാൻസാക്ഷൻ ആവില്ല, ഒരുപാട് ട്രാൻസാക്ഷൻസ് ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ, ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ വരുന്നുണ്ടാവും. ഒരു സിമ്പിളായിട്ടുള്ള ഒറ്റ ട്രാൻസാക്ഷൻ ഒന്നും ആവില്ല, ഒരുപാട് ട്രാൻസാക്ഷൻസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, സംഭവിക്കുന്നുണ്ടാവും. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നത്. സോ നമ്മൾ ഗ്യാരണ്ടിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും 2 ബേസിസിലാണ് നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്. ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസും അതുപോലെ തന്നെ ഓൺ ദി ബേസിസ് ഓഫ് ട്രാൻസാക്ഷൻ.